സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ഡ്രൈവിംഗ് സ്കൂളുകൾ. വ്യാഴാഴ്ച രാവിലെ മുതൽ ടെസ്റ്റ് ബഹിഷ്കരിച്ച് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചു. കുട്ടനാട്ടിലും പ്രതിഷേധം ശക്തമായി. അശാസ്ത്രീയ ഉത്തരവിൽ പിൻവലിക്കുക. ഓണേഴ്സ് സമിതിയുടെ പ്രതിഷേധം. ഓണേഴ്സ് സമിതിയുടെ പ്രതിഷേധം. റോഡ് ടെസ്റ്റിന് ശേഷം മാത്രം എച്ച് ടെസ്റ്റ്. ടാർ ചെയ്തോ കോൺക്രീറ്റ് ചെയ്തോ സ്ഥലം ഒരുക്കിയ ശേഷം വരകളിലൂടെ വാഹനം ഓടിക്കൽ, വശം ചെരിഞ്ഞുള്ള പാർക്കിംഗ്, വളവുകളിലും കയറ്റിറക്കങ്ങളിലും വാഹനം ഓടിക്കൽ തുടങ്ങിയവയെല്ലാമാണ് പുതുക്കിയ ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രതിദിനം നൽകുന്ന ലൈസൻസുകളുടെ എണ്ണത്തിലും നിയന്ത്രണം ഏർപ്പെടുത്തി. ഇത്തരം ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെയാണ് ഡ്രൈവിംഗ് സ്കൂളുകൾ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിച്ചത്. കുട്ടനാട്ടിൽ ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ സമരം. സർക്കാർ കൊണ്ടുവരുന്ന മാറ്റങ്ങൾക്ക് തങ്ങൾ എതിരല്ലെന്നും എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെയുള്ള പരിഷ്കരണത്തിനെയാണ് എതിർക്കുന്നതെന്നും ഭാരവാഹികൾ KCV ന്യൂസിനോട് പറഞ്ഞു. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ ഒരു കൂട്ടം ഉദ്യോഗസ്ഥ ലോബിയും പുസ്തകങ്ങളെ കയ്യിലേക്ക് ഡ്രൈവിംഗ് സ്കൂൾ മേഖല എത്തിക്കാനായിട്ട് വേണ്ടിയുള്ള ഒരു നടപടിയാണ് നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ഈ കയറിയിട്ട് 6 മാസം പോലും ആയില്ല. പുള്ളി സഡനെയുള്ള ഈ തീരുമാനം എടുത്തേക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങളില്ല. ഈ ഗ്രൗണ്ട് പോലും കുട്ടനാട്ടില് നമ്മൾ ഒരു വ്യക്തിയുടെ ലീസിന് എടുത്തിട്ട് ആണ് ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നത്. കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം അങ്ങനെയുള്ള സാഹചര്യം വരുമ്പം RT ഓഫീസിന്റെ പ്രവർത്തനം നിലയ്ക്കാണ്. എന്നിട്ട് നമ്മൾ ആലപ്പുഴയിൽ പോയിട്ട് വേണം ഫീസ് അടയ്ക്കുക എന്ത് കാര്യത്തിനും ചെല്ലാൻ. ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പരിഷ്കാരങ്ങളാണ് സർക്കുലറിൽ വന്നേക്കുന്നത്. അപ്പം ഈ പരിഷ്കാരങ്ങൾക്ക് ഒരിക്കലും ഡ്രൈവിംഗ് സ്കൂളുകാർ എതിരാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചേക്കാണ് ഉദ്യോഗസ്ഥർ മന്ത്രിയെ. പക്ഷെ ഞങ്ങൾ പരിഷ്കാരങ്ങൾക്ക് എതിരല്ല. കാലോചിതമായ മാറ്റങ്ങൾ അനിവാര്യമാണ്. പക്ഷെ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെയുള്ള ഈ പരിഷ്കാരത്തിന് എതിരെയാണ് ഞങ്ങളുടെ പ്രതിഷേധ സമരം. ഒരു കുട്ടിയുടെ 1500 രൂപ വെച്ച് ഫീസ് മേടിക്കുന്നുണ്ട്. ആ ഫീസ് മേടിക്കുന്നതിൽ ഗവൺമെന്റ് ആ ഫീസ് മതി ഈ കേരളത്തിൽ ഗ്രൗണ്ടുകൾ ഉണ്ടാക്കി കൊടുക്കാൻ. 200 കോടി രൂപയോളം ഒരു മാസം ഗവൺമെന്റിന് കിട്ടുന്നുണ്ട് ഈ ഡ്രൈവിംഗിന്റെ ഈ ലേണേഴ്സ് ഫീസിൽ നിന്ന്. അതിൽ നിന്ന് 1% മാറ്റിവെച്ചാൽ ഗവൺമെന്റിന് ഉണ്ടാക്കി കൊടുക്കാവുന്നേ ഉള്ളൂ അടിസ്ഥാന സൗകര്യങ്ങൾ. അതുപോലും കൂടെ ഗവൺമെന്റ് ചെയ്യാതെ കൊണ്ട് പാവപ്പെട്ട ഞങ്ങളെ പോലുള്ള ഡ്രൈവിംഗ് സ്കൂൾ പാവപ്പെട്ടവരെ അവരെ കഞ്ഞുകൂടി മുട്ടിക്കുക എന്നുള്ള ഒരു ഒറ്റ നിലപാടാണ് ഗവൺമെന്റ് എടുത്തിരിക്കുന്നത്. എന്താണ് ഗവൺമെന്റിന് ഇത്ര വാശി? എന്താണ്? സമരം ശക്തമായതോടെ മങ്കൊമ്പില കേന്ദ്രത്തിലും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടന്നില്ല. ടെസ്റ്റിനെത്തിയവർക്ക് നിരാശരായി മടങ്ങേണ്ടി വന്നു. 2 മാസം മുമ്പ് ലേണേഴ്സ് എടുത്ത് വന്നതായിരുന്നു. ഇന്ന് ആ ഡേറ്റിന് കിട്ടിയത്. ഇന്ന് വന്നപ്പോഴത്തേക്ക് ടെസ്റ്റ് നടന്നില്ല. കുറെ നാൾ കൂടി ഇരുന്ന് വന്നതായിരുന്നു. ഇന്ന് ടെസ്റ്റ് ചെയ്ത് നടക്കുമായിരുന്നെങ്കിൽ വെളിയിലോട്ട് പോകാനുള്ളതെല്ലാം ശരിയായിട്ട് നിൽക്കുമായിരുന്നു. ഇനിയിപ്പോ അതിന്റെ കാര്യങ്ങളൊന്നും നടക്കത്തുമില്ല. പുതിയ ഡേറ്റ് എടുത്തു കഴിഞ്ഞ് ഇനി 1 മാസം കഴിഞ്ഞ് നടക്കത്തുള്ളൂ. ലൈസൻസ് നിർബന്ധമാണ്. ഞാൻ UK-ലോട്ട്. ഇനിയിപ്പോ ഒന്നും പറഞ്ഞൊന്നുമില്ല അതിന്റെ കാര്യം. ഇനിയിപ്പോ പുതിയ ഡേറ്റ് എടുക്കണം. മങ്കൊമ്പ് തെക്കേക്കരയിലെ ഗ്രൗണ്ടിൽ നടന്ന പ്രതിഷേധ പരിപാടി ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി ജില്ലാ സെക്രട്ടറി SD രമേശൻ സിംല ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് രാജേഷ് റോയൽ അധ്യക്ഷനായി. സെക്രട്ടറി സതീശൻ ജെമിനി, സുധാ സാരഥി, CR മോഹനൻ, രാജേന്ദ്രൻ അമയ, ജയപ്രകാശ്, അരുൺ ശ്രീനാരായണ തുടങ്ങിയവർ സംസാരിച്ചു. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ മരണത്തിനിടയാക്കിയ മാന്നാറിലെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വീണ്ടും പരാതി ഉയരുന്നു. ശ്രീദേവിയമ്മ ആത്മഹത്യ ചെയ്ത വാർത്തകൾ പുറത്തു വന്നതോടെ നിരവധി പേരാണ് പരാതിയുമായി എത്തുന്നത്. പലരിൽ നിന്നായി തട്ടിയെടുത്തത് 3 കോടി രൂപയിലേറെയെന്ന് റിപ്പോർട്ടുകൾ. ഞാനിപ്പം ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. വീട്ടുകാരും എന്നോടൊരു സഹകരണമില്ല, സംസാരമില്ല, ഒന്നുമില്ല. എന്ത് ചെയ്യണമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. സ്ഥാനം പോയി, മാനം പോയി, പണം പോയി, എല്ലാം പോയി. കഴിഞ്ഞ 1 വർഷക്കാലമായി മാന്നാറിലും പരിസര പ്രദേശങ്ങളിലുമായി സാമ്പത്തിക തട്ടിപ്പിന് ഇരയായത് നിരവധി പേരാണ്. മാന്നാറിലെ മുൻ വനിതാ പഞ്ചായത്ത് അംഗം ഉഷ ഗോപാലകൃഷ്ണൻ, സാറാമ ലാലു, വിഷ്ണു എന്നിവർ ഉൾപ്പെടുന്ന സംഘമാണ് തട്ടിപ്പ് നടത്തിയതെന്നാണ് ആരോപണം. മാന്നാർ ചെന്നിത്തല പ്രദേശങ്ങളിൽ നിന്നും പലരിൽ നിന്നായി 3 കോടിയിലേറെ രൂപ ഈ സംഘം തട്ടിയെടുത്തിട്ടുള്ളതായി പരാതിയുണ്ട്. 2021 നവംബറിൽ ആദ്യമായി വാങ്ങിച്ചു. എത്ര? അത് 13 ഗ്രാമിന്റെ. പിന്നെ 2023 കഴിഞ്ഞ മാസത്തിലാണ് ഒരു മാല വാങ്ങിച്ചുകൊണ്ട്
അത്യാവശ്യമാണ്. മാർച്ചിലായിരുന്നു. അധികം സമയമായി ചോദിക്കുന്നുണ്ടോ? ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഫോൺ ചെയ്തോ എനിക്ക് എന്നും എന്നെ വിളിക്കുകയൊക്കെ ചെയ്യും. ഇപ്പോൾ 2 ദിവസമായിട്ടാണ് എന്നെ വിളിക്കാത്തത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും സംഘം സമാന രീതിയിൽ തട്ടിപ്പ് നടത്തിയതായാണ് അറിയുന്നത്. തട്ടിപ്പ് സംഘത്തിന്റെ ഭീഷണിയും ഈ വിവരം പുറത്തറിഞ്ഞാലുണ്ടാകുന്ന അപമാനവും ഭയന്ന് പലരും ഈ വിവരം പുറത്തു പറയാൻ മടിച്ചു. കഴിഞ്ഞ മെയ് മാസത്തിൽ മാന്നാർ കുരട്ടിക്കാട് പ്രദേശവാസിയായ വീട്ടമ്മ ഈ സംഘത്തിന്റെ തട്ടിപ്പിനിരയായി ആത്മഹത്യ ചെയ്തിരുന്നു. ഇവരുടെ വസ്തുവിന്റെ ആധാരം വാങ്ങി പണയം വെച്ച് പണം തട്ടിയ സംഘത്തിൽ നിന്നും ഭർത്താവിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് പണം തിരികെ ചോദിച്ചപ്പോൾ നൽകിയില്ല. ഗുരുതരാവസ്ഥയിലായിരുന്ന ഭർത്താവ് ചികിത്സയിലിരിക്കെ മരിച്ചതിനെ തുടർന്ന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായ വീട്ടമ്മ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ ദിവസം സാമ്പത്തിക തട്ടിപ്പിനിരയായി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവിയമ്മ ആത്മഹത്യ ചെയ്ത വാർത്തകൾ പുറത്തു വന്നതോടെ നിരവധി പേരാണ് പരാതിയുമായി എത്തുന്നത്. വിമുക്തഭടനായ മാന്നാർ കുരട്ടിക്കാട് ഏനാത്ത് വടക്കേതിൽ AC ശിവൻപിള്ളയുടെ സ്വർണവും 60 ലക്ഷത്തോളം രൂപയുമാണ് ഇക്കൂട്ടർ തട്ടിയെടുത്തത്. താനിപ്പോൾ വാടക വീട്ടിലാണ് താമസമെന്നും ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ലെന്നും ശിവൻപിള്ള പറയുന്നു. പിന്നെ ഇവൻ പുതിയൊരു വേല ഇറക്കിയത്, ഞാനവിടെ അടൂർ അമ്പലത്തിൻ്റെ ഒരു പണി പിടിച്ചിട്ടുണ്ട്, അതിന് ലക്ഷങ്ങൾ മുടക്കുള്ളതാണ്, നിങ്ങളോട് സഹകരിക്കുക എന്ന രീതിയിൽ നമുക്ക് പലിശയൊന്നുമല്ല, അല്ലാതെ ലാഭവിഹിതം തരാമെന്നുള്ള എഗ്രിമെൻറ്റ് വാക്കാലുള്ളതല്ല, എഴുതിയുള്ള എഗ്രിമെൻ്റൊന്നുമല്ല. അങ്ങനെ പറഞ്ഞിങ്ങനെ പലപ്പോഴായിട്ട് വന്ന് പൈസ വാങ്ങിച്ചുകൊണ്ട് പോയി. പക്ഷേ ബാങ്ക് ട്രാൻസ്ഫർ ആണോ അതോ? അതെ, ബാങ്ക് ട്രാൻസ്ഫറും ഉണ്ട്, അല്ലാതെ പിന്നെ കയ്യിൽ നിന്ന് ക്യാഷായിട്ടും വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അത് കൊടുത്തത് കുറേ മുക്കാലും രേഖകൾ ഇത് ചെക്ക് മുഖാന്തരം കൊടുത്തതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ കയ്യിലുണ്ട്. കുരട്ടിക്കാട് വത്സല ഭവനത്തിൽ 71-കാരിയായ വത്സലയിൽ നിന്നും 2.5 പവൻ സ്വർണം, മാന്നാർ കുരട്ടിക്കാട് നേരൂർ പടിഞ്ഞാറേതിൽ രമണി അയ്യപ്പന്റെ 4 പവൻ സ്വർണം, നേരൂർ പടിഞ്ഞാറേതിൽ ശാന്തമ്മയുടെ 1 പവൻ സ്വർണം എന്നിവ ഈ സംഘം തട്ടിയെടുത്തിട്ടുള്ളതായും ആരോപണമുണ്ട്. 4 വർഷം മുൻപ് ഉഷ എന്ന് പറയുന്ന സ്ത്രീ എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് ചോദിച്ചു, എന്തെങ്കിലും സ്വർണ്ണം ഉണ്ടോ പണയം വയ്ക്കാൻ തരാൻ ചോദിച്ചു. ഒരു ആവശ്യത്തിന് 2 ആഴ്ച കഴിഞ്ഞെടുത്ത് തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളൊരു ഐറ്റം ഒരു സഹതാപം ഓർത്തിട്ട് ഉണ്ട്. അങ്ങനെ ഓരോ പവൻ്റെ 4 വളയും 2 പവൻ്റെ ചുട്ടിയും ചെയിനുമായിട്ട് 6 പവൻ അവർക്ക് ഞാൻ കൊടുത്തിരുന്നു. കുറേ 2 ആഴ്ച കഴിഞ്ഞ് 3 ആഴ്ച കഴിഞ്ഞ് ഒരാഴ്ച 1 മാസം ഇങ്ങനെ ചോദിച്ച് പോകുമ്പം തരാമെന്ന് പറഞ്ഞു. ഇതുവരെ തന്നിട്ടില്ല. കുറച്ച് 2 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ, 4 വർഷമായി ഇപ്പം, 2 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ അറിയുന്നത് ഇതുപോലെ തട്ടിപ്പാണ് എന്നറിയുന്നത്. ഇപ്പോൾ 1.5 ആഴ്ച മുമ്പ് ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞ് എല്ലാം റെഡിയായിട്ടിരിക്കുകയാണ്, അങ്ങനെ കിട്ടേണ്ട താമസമാക്കാതെ ഞാൻ എടുത്ത് തരാമെന്ന് പറഞ്ഞു. ഇപ്പോഴാണ് എല്ലാ സംഭവം വിളിച്ചിട്ട് വരുന്നത്. ഓക്കെ. ചോദിക്കുമ്പോൾ എല്ലാം അവധി പറയും. അവർ ഡേറ്റ് ഇങ്ങോട്ട് പറഞ്ഞില്ലെന്നാണ് പറയുന്നത്. ചോദിച്ച് കേട്ട് ഫോണിൽ വിളിച്ചാൽ പോലും അവർ ഫോൺ എടുക്കത്തുമില്ല. പണം നഷ്ടപ്പെട്ടവരെല്ലാം ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. കൂടാതെ തട്ടിപ്പിനിരയായ നിരവധി പേർ പരാതിയുമായി വരും ദിവസങ്ങളിലും പോലീസിനെ സമീപിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കായികാധ്വാനം ആവശ്യമായ ജോലിക്ക് മഹാത്മ്യമൊട്ടും കുറവില്ലെന്ന തിരിച്ചറിവ് ഏവർക്കും ഉണ്ടാകണമെന്ന് ചങ്ങനാശ്ശേരി അതിരൂപതാ മെത്രാപ്പൊലീത്ത മാർ ജോസഫ് പെരുന്തോട്ടം. ക്രൈസ്തവ സഭ തൊഴിലിനും തൊഴിലാളികൾക്കും ഏറെ പ്രാധാന്യമാണ് നൽകുന്നതെന്നും ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കി. കായികാധ്വാനം ആവശ്യമായ ജോലിക്ക് അന്തസ്സുണ്ട്, അത് അന്തസ്സോടെ തന്നെ ചെയ്യണമെന്നും മാർ ജോസഫ് പെരുന്തോട്ടം പറഞ്ഞു. ചങ്ങനാശ്ശേരി അതിരൂപത കേരള ലേബർ മൂവ്മെന്റ് KLM-ന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ തൊഴിലാളി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മാർ ജോസഫ് പെരുന്തോട്ടം. മനുഷ്യനായി അവതരിച്ച ദൈവം വസിച്ച കുടുംബം ഒരു തൊഴിലാളിയുടെ കുടുംബമായിരുന്നു. ആ യേശുപിതാവാണല്ലോ തൊഴിലാളികളുടെ മധ്യസ്ഥൻ. ആ യേശുപിതാവിനെയാണ് സഭയുടെ തന്നെ സംരക്ഷകനായി നിയോഗിച്ചിരിക്കുന്നത്. കായികാധ്വാനം ഇല്ലെങ്കിൽ എങ്ങനെ മനുഷ്യന് ജീവിക്കാൻ സാധിക്കും? നമ്മുടെ ഈ മനോഹരമായ പ്രപഞ്ചം ഫലമൂലാദികൾ നിറഞ്ഞ സമ്പന്നമായ ഈ ഭൂമി, അതെല്ലാം മനുഷ്യന്റെ കായികാധ്വാനത്തിന്റെ സത്ഫലങ്ങളാണല്ലോ. അതില്ലാതെ നമുക്ക് എങ്ങനെ ജീവിക്കാൻ സാധിക്കും? കാരണം ഇതൊരു ദൈവനിയോഗമാണ്. ഇതില്ലാതെ മനുഷ്യന് ജീവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങൾ പറയുവാനുള്ളത്, ഈ ജോലി തൊഴിൽ ചെയ്യുന്നതിനെ കുറിച്ച്, കായികാധ്വാനം ചെയ്യുന്നതിനെ കുറിച്ച്, കായികാധ്വാനം ചെയ്യുന്ന വ്യക്തി അന്തസ്സുള്ളവരാണ്, അന്തസ്സോടെ ആയിരിക്കണം ചെയ്യേണ്ടത്. ചങ്ങനാശ്ശേരി നഗരത്തെ പ്രകമ്പനം കൊള്ളിക്കുന്ന പരിപാടിയായിരുന്നു KLM-ന്റെ ആഭിമുഖ്യത്തിൽ തൊഴിലാളി ദിനത്തിൽ നടത്തിയത്.
ഉച്ചകഴിഞ്ഞ് 3:30 അരമനപ്പടിയിൽ നിന്നും ആരംഭിച്ച റാലി വികാരി ജനറൽ ഫാദർ ജെയിംസ് പാലിക്കൽ ഫ്ലാഗ് ഓഫ് ചെയ്തു. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കേരള ലേബർ മൂവ്മെന്റിന്റെ ശക്തനായ നേതാവ്, കേരള ലേബർ മൂവ്മെന്റ് ചങ്ങനാശ്ശേരി അതിരൂപതയിൽ ശക്തമായി നയിക്കുന്ന നമ്മുടെ ഡയറക്ടർ ഫാദർ ജോൺ വടക്കേക്കളത്തിനെ പതാക ഫ്ലാഗ് ഓഫ് ചെയ്ത് പാലക്കലച്ചൻ പതാക ജോൺ വടക്കേക്കളത്തിലച്ചന് കൈമാറുന്നു. വിവിധ ഫൊറോനകളിൽ നിന്നായി 100 കണക്കിന് KLM അംഗങ്ങളാണ് റാലിയിൽ അണിനിരന്നത്. വാദ്യമേളങ്ങളുടെയും പ്രച്ഛന്ന വേഷങ്ങളുടെയും നിശ്ചല ദൃശ്യങ്ങളുടെയും അകമ്പടിയോടെ നഗരത്തിലൂടെ നീങ്ങിയ റാലി SB കോളേജിലെ കാവുകാട്ട് ഹാളിൽ സമാപിച്ചു. തുടർന്ന് ചേർന്ന സമ്മേളനം മാർ ജോസഫ് പെരുന്തോട്ടം ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ വികാരി ജനറൽ ഫാദർ ജോസഫ് വണിയപ്പുരയ്ക്കൽ അധ്യക്ഷനായിരുന്നു. സഹായമെത്രാൻ മാർ തോമസ് തറയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. മികച്ച വനിതാ സംരംഭക ജിലുമോൾ മാരിറ്റ് തോമസിനെ സമ്മേളനത്തിൽ ആദരിച്ചു. കഴിഞ്ഞ വർഷം ഏറ്റവും മികവ് പുലർത്തിയ യൂണിറ്റ്, സ്വയം സഹായ സംഘം, മികച്ച റാലി എന്നിവയ്ക്കുള്ള സമ്മാനങ്ങളും സമ്മേളനത്തിൽ വിതരണം ചെയ്തു. KLM എക്സലൻസ് അവാർഡ്, ലേബർ അവാർഡ് എന്നിവ നൽകി മികച്ച പ്രവർത്തകരെയും ആദരിച്ചു. ഡയറക്ടർ ഫാദർ ജോൺ വടക്കേക്കളം, മറ്റ് ഭാരവാഹികളായ സണ്ണി അഞ്ചിൽ, ജോളി 40 സാബു കോയിപ്പള്ളി, മിനി റോയ് എന്നിവർ സംസാരിച്ചു. തെരുവ് വിളക്കുകളില്ലാതെ എടത്വ KSRTC ഡിപ്പോയും പരിസരവും. എടത്വ പള്ളി തീർത്ഥാടന കാലമായതിനാൽ ഇവിടെ എത്തുന്ന 10,000 വിശ്വാസികളും ദുരിതമനുഭവിക്കുകയാണ്. തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമെന്നും പരാതി. കുട്ടനാട്ടിലെ ഏക KSRTC ഡിപ്പോയാണ് എടത്വയിലേത്. ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഡിപ്പോയ്ക്ക് പക്ഷേ ഒരു ചുറ്റുമതിൽ പോലുമില്ല. രാത്രിയായാൽ പ്രവേശന കവാടം മുതൽ ഡിപ്പോ വരെയുള്ള പ്രദേശമാകെ ഇരുട്ടിലാകും. തെരുവ് വിളക്കുകൾ ഡിപ്പോയിൽ മാത്രമല്ല പരിസരത്തെങ്ങുമില്ല. എടത്വ പള്ളി പെരുന്നാളിൽ പങ്കെടുക്കാൻ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം 10,000 വിശ്വാസികളാണ് എത്തുന്നത്. തെരുവ് വിളക്കുകളില്ലാത്തതും തെരുവുനായ ശല്യവും ഇവരെയും ദുരിതത്തിലാക്കുന്നു. രാത്രികാലങ്ങളിൽ ഡിപ്പോയിൽ ഇറങ്ങുന്ന യാത്രക്കാർ ടൗണിലേക്ക് എത്തണമെങ്കിൽ ഏറെ ദൂരം നടക്കണം. ഈ ഭാഗങ്ങളിലൊന്നും തന്നെ തെരുവ് വിളക്കുകൾ പ്രകാശിക്കുന്നില്ല. അടിയന്തര നടപടി വേണമെന്നാണ് എടത്വ വികസന സമിതിയും യാത്രക്കാരും ആവശ്യപ്പെടുന്നത്. സംസ്ഥാനത്തെ മികച്ച പഞ്ചായത്തിനുള്ള 2ാം സ്ഥാനം കരസ്ഥമാക്കിയ പഞ്ചായത്താണ് മുട്ടാർ ഗ്രാമപഞ്ചായത്ത്. ഭരണസമിതിയുടെയും ഉദ്യോഗസ്ഥരുടെയും അടക്കം നിരവധി പേരുടെ കൂട്ടായ പരിശ്രമമാണ് അവരെ ഈ നേട്ടത്തിന് അർഹരാക്കിയത്. ഇതിൽ ഹരിതകർമ്മസേനയ്ക്കുള്ള പങ്ക് എടുത്തു പറയണം. മാതൃകാ പ്രവർത്തനം കാഴ്ചവെച്ച് പഞ്ചായത്തിന് സമ്മാനം നേടിക്കൊടുത്തവർക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു സമ്മാനം നൽകിയിരിക്കുകയാണ് പഞ്ചായത്ത് ഭരണസമിതി. ആ വാർത്ത കാണാം. മുട്ടാർ ഗ്രാമപഞ്ചായത്തിലെ 24 പേരടങ്ങുന്ന ഹരിതകർമ്മസേനയ്ക്ക് ഇത് സന്തോഷത്തിന്റെ നിമിഷങ്ങൾ. ഇവർ ഒരു ആകാശയാത്രയ്ക്കൊരുങ്ങുകയാണ്. ഏറ്റവും പ്രായമുള്ളയാൾ 74 വയസ്സുള്ള പത്മിനി, 34 വയസ്സുള്ള വിനീതയാണ് പ്രായം കുറഞ്ഞ അംഗം. ഇവരടക്കം 24 പേരും ജീവിതത്തിൽ ആദ്യമായി അടുത്ത ദിവസം ഒരു വിമാനയാത്ര ചെയ്യും. ഇത് അവർക്ക് കിട്ടിയ ഒരു സമ്മാനമാണ്. സംസ്ഥാനത്തെ മികച്ച 2ാമത്തെ പഞ്ചായത്തായി മുട്ടാർ ഗ്രാമപഞ്ചായത്തിനെ മാറ്റിയെടുക്കാൻ ഹരിതകർമ്മസേന നടത്തിയ മാതൃകാ പ്രവർത്തനത്തിന് പഞ്ചായത്ത് നൽകുന്ന ആദരവ് കൂടിയാണിത്. സംസ്ഥാന സർക്കാരിന്റെ കലണ്ടർ പ്രകാരമാണ് നമ്മൾ 15-ാം തീയതി തൊട്ട് കളക്ഷൻ ആരംഭിച്ച് അതിന്റെ കളക്ഷൻ സാധനങ്ങൾ കയറ്റിയിടുന്നത് 30-ാം തീയതിക്കുള്ളിൽ ഞങ്ങൾ പൂർത്തീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം സ്വരാജ് ട്രോഫി നമുക്ക് സംസ്ഥാന തലത്തിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ ഏറിയ പങ്കും വഹിച്ചിരിക്കുന്നത് നമ്മുടെ ഹരിതകർമ്മസേനയാണ്. ഇത്രയും രാപകലില്ലാതെ ഇത്രയും കഷ്ടപ്പെടുന്ന അവർക്ക് അവരുടെ ഒരു സന്തോഷം എന്നോണം അവർക്ക് വേണ്ടിയിട്ട് അവർ നമ്മളോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു ഞങ്ങൾക്കൊരു ടൂറ് വേണമെന്ന്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ആലോചിച്ചു അവരെ ഫ്ലൈറ്റിൽ കൊണ്ടുപോകാം എന്നുള്ളൊരു ആലോചനയിലെത്തി. ഇപ്പോൾ ഞങ്ങൾ നാളെ വൈകുന്നേരം 5 മണിയാകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങി തിരിച്ച് പിറ്റേ ദിവസം 9 മണിയാകുമ്പോൾ ഫ്ലൈറ്റ് കയറി ഞങ്ങൾ ഇവിടെ വരുന്നതായിരിക്കും. അത് അവരുടെ മാനസിക ഉല്ലാസം നമ്മൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ്. രാപകലില്ലാതെ നമുക്ക് വേണ്ടി അവർ നമ്മുടെ മുട്ടാറിന് വേണ്ടിയിട്ട് നമ്മുടെ നാടിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന മാലാഖമാർക്ക് അവരുടെ സന്തോഷം കൈവരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും എന്തിന് ഉത്സവ പറമ്പുകളിൽ നിന്നുപോലും ജനങ്ങളുടെ പൂർണ്ണ സഹകരണത്തോടെ മാലിന്യങ്ങൾ ശേഖരിച്ചു. QR കോഡ് വഴി 100% യൂസർ ഫീ കഴിഞ്ഞ 12 മാസമായി പിരിച്ചെടുക്കുന്നു. ആദ്യഘട്ടത്തിൽ തർക്കത്തിന് നിന്നവർ പോലും ഇന്ന് ഹരിതകർമ്മസേനയെ കാത്തു നിൽക്കുന്നതിലേക്ക് എത്തിച്ചു കാര്യങ്ങൾ.
ഒരു പഞ്ചായത്തിനും നേടാത്ത കാര്യങ്ങൾ ഞങ്ങളെ കൊണ്ട് സാധിച്ചതെന്നു ചോദിച്ചാൽ 100% QR കോഡ് വഴി 12 മാസം ഞങ്ങൾ യൂസർ ഫീസ് പിരിച്ചെടുത്ത്. അതുപോലെ നാട്ടിലെങ്ങും ഒരു മാലിന്യമില്ലാത്ത രീതിയിൽ, അതായത് കരമാലിന്യങ്ങൾ മുഴുവനും ഞങ്ങളുടെ സേവനത്തിൽ കൂടെ ശേഖരിച്ച് ടൺ കണക്കിന് ഇവിടുന്ന് കയറ്റി അയക്കേണ്ടി വന്നു. ഇതെല്ലാം ഈ നാട്ടിൽ കിടക്കുമായിരുന്നെങ്കിൽ എന്തോ വരുന്നേനെ. ഈ നാട് ഇപ്പോഴേ ഭൂകമ്പത്തിന് 18 വെള്ളപ്പൊക്കമല്ല ഭൂകമ്പം ഉണ്ടാകേണ്ട അവസ്ഥ വന്നേനെ. അത്രയും ഞങ്ങൾ ആത്മാർത്ഥതയോടെ കൂടി ഇപ്പൊ എല്ലാവരും ഞങ്ങളോട് സഹകരിക്കുന്നു. അതല്ലേ 100% ഞങ്ങൾക്ക് കിട്ടുന്നതിന്റെ കാര്യം. 100% നേടാനൊക്കത്തത് നാട്ടുകാരുടെ സഹകരണം കൂടുണ്ട് ആ കൂട്ടത്തിൽ. ആദ്യമൊക്കെ ബുദ്ധിമുട്ടിയെന്നെങ്കിൽ ഇപ്പോൾ ഒരുത്തർക്കും ബുദ്ധിമുട്ടില്ല. ഞങ്ങളെ തിരക്കിയിരിക്കുക, എന്താണ് വരാൻ താമസിക്കുന്നത്. മെയ് 3 വൈകിട്ട് ട്രെയിനിൽ സംഘം ബംഗളൂരുവിലേക്ക് യാത്ര ആരംഭിക്കും. അടുത്ത ദിവസം പകൽ പ്രധാന സ്ഥലങ്ങളൊക്കെ കണ്ട് രാത്രി 8 നെടുമ്പാശ്ശേരിക്കുള്ള ഇൻഡിഗോ എയർവേസിൽ തിരികെ യാത്ര. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരമ്യ, വൈസ് പ്രസിഡന്റ് ബോബൻ ജോസ്, സെക്രട്ടറി ബിനു ഗോപാൽ, CDS ചെയർപേഴ്സൺ ജയാസത്യൻ എന്നിവർ യാത്രയിൽ പങ്കുചേരും. യാത്ര കഴിഞ്ഞ് തിരികെ എത്തിയാൽ ഇപ്പോൾ പറയുന്നതിനേക്കാൾ കൂടുതൽ പറയാനുണ്ടാവുമെന്നും വരണമെന്നും പറഞ്ഞാണ് സംഘാംഗങ്ങൾ KCB ന്യൂസ് ടീമിനെ യാത്രയാക്കിയത്. താറാവുകളെ മാത്രം ബാധിച്ചിരിക്കുന്ന പക്ഷിപ്പനിയുടെ പേരിൽ ഇറച്ചിക്കോഴികളെയും വിൽക്കാൻ പാടില്ലെന്ന സർക്കാർ സമീപനം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ആലപ്പുഴ ചിക്കൻ മർച്ചന്റ്സ് അസോസിയേഷൻ. അശാസ്ത്രീയമായ അടച്ചുപൂട്ടൽ നിയമം അടിയന്തരമായി പിൻവലിക്കണമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇവർ പറയുന്നത് പക്ഷിപ്പനിയാണ്, അതുകൊണ്ട് കോഴിയെ എടുക്കാനോ വിൽക്കപ്പെടാനോ സാധ്യമല്ല. അങ്ങനെ ചെയ്താൽ ഞങ്ങൾ കട പൂട്ടിക്കും, ഫൈനടിക്കും എന്നുള്ള ഭീഷണി സ്വരത്തിലാണ് ഇവർ ഞങ്ങളോട് സംസാരിക്കുന്നത്. എന്നാൽ അതിൽ ഞങ്ങൾക്ക് തർക്കമോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല. എന്നാൽ ഇങ്ങനെ കട അടച്ചിടുമ്പോൾ ആലപ്പുഴയിൽ അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ ഒരുമിച്ച് അടച്ചിടുകയോ എവിടെയും കോഴി വ്യാപാരം നടത്തിക്കാതിരിക്കുകയോ ചെയ്യാനുള്ളൊരു തീരുമാനം ഇന്നേ വരെ സർക്കാരിൽ നിന്നും ഉണ്ടായിട്ടില്ല. ആലപ്പുഴയിൽ കോഴി വിഭവങ്ങൾ കിട്ടാത്ത ഒരു ഹോട്ടലുമില്ല. A to Z, അതായത് എല്ലാ ഹോട്ടലുകളിലും എല്ലാ ചായക്കടകളിലും എല്ലാ തട്ടുകടകളിലും ഒക്കെ കോഴി കൊണ്ട് എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കാം. ഇറച്ചിക്കോഴിക്ക് പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്യാത്ത സാഹചര്യത്തിൽ താറാവിന്റെ പേരിൽ കോഴിയിറച്ചി വിൽപ്പനയും തടഞ്ഞിരിക്കുന്നത് കർഷകരെയും വ്യാപാരികളെയും തൊഴിലാളികളെയും പട്ടിണിയിലാക്കിയിരിക്കുകയാണെന്ന് ACMA ഭാരവാഹികൾ പറഞ്ഞു. താറാവ് കർഷകർക്ക് ഇതിന്റെ പേരിൽ നഷ്ടപരിഹാരം ലഭിക്കും. എന്നാൽ ഇറച്ചിക്കോഴി കച്ചവടക്കാർക്കും കർഷകർക്കും നഷ്ടം മാത്രമാണുള്ളതെന്നും അവർ വ്യക്തമാക്കി. നിരോധിത മേഖലയ്ക്ക് പുറത്തുനിന്നും വരുന്നതും അന്യസംസ്ഥാന ഫ്രോസൺ കമ്പനികളുടെ ഉൽപ്പന്നങ്ങളും ഹോട്ടലുകളിൽ ഉപയോഗിക്കാം എന്നിരിക്കെ നിരോധിത മേഖലയ്ക്ക് പുറത്തുനിന്നും വരുന്ന ഇറച്ചിക്കോഴികളെ വിൽക്കാനുള്ള അനുവാദം നൽകണമെന്ന് ACMA ഭാരവാഹികൾ ആവശ്യപ്പെടുന്നു. പ്രസിഡന്റ് KM നസീർ, സെക്രട്ടറി ഷിഹാബ് റഷീദ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കുട്ടനാട് ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെയ് 18, 19 തീയതികളിൽ നടക്കുന്ന സംസ്ഥാനതല അമച്ചർ നാടക മത്സരത്തിന് മുന്നോടിയായി സംഘാടക സമിതി രൂപീകരിച്ചു. ചമ്പക്കുളം മാമൂട് പാലത്തിന് സമീപത്തെ സൊസൈറ്റി ഓഫീസിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TG ജലജകുമാരിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. ഈ ചമ്പക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. എല്ലാ പ്രവർത്തനത്തിലും എന്നെക്കൊണ്ട് പറ്റുന്ന പ്രവർത്തനങ്ങളിൽ ഒക്കെ പങ്കാളിയാവാനായിട്ട് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MS ശ്രീകാന്ത്, സൊസൈറ്റി പ്രസിഡന്റ് അഗസ്റ്റിൻ ജോസ്, സെക്രട്ടറി KC രമേശ് കുമാർ, ട്രഷറർ V വിത്തവാൻ, B ലാലി, ബാലഗോപാലക്കുറുപ്പ്, സുനിൽദാസ് പുല്ലങ്ങടി, ശാലിനി തോട്ടപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർപേഴ്സണായി TG ജലജകുമാരിയെയും ജനറൽ കൺവീനറായി MS ശ്രീകാന്തിനെയും ട്രഷററായി ജോപ്പൻ ജോയ് വാരിക്കാടിനെയും തെരഞ്ഞെടുത്തു. 18, 19 തീയതികളിലായി ചമ്പക്കുളം പടിപ്പുരയ്ക്കൽ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന നാടക മത്സരത്തോടനുബന്ധിച്ച് ജില്ലാതല കൈകൊട്ടിക്കളി മത്സരം, പൊൻകുന്നം വർഗീസ് സ്മാരക പുരസ്കാര സമർപ്പണം എന്നിവയും നടത്തും. SNDP യോഗം 2584 നമ്പർ ശാഖ വാഴപ്പള്ളി മഞ്ചാടിക്കര ശ്രീ മഹാവിഷ്ണു ഗുരുദേവ ക്ഷേത്രത്തിലെ 17ാമത് പ്രതിഷ്ഠാവാർഷികവും തിരുവുത്സവവും മെയ് 2 മുതൽ 6 വരെ ആഘോഷിക്കും. വ്യാഴാഴ്ച രാവിലെ 9:20-നും 10-നും മധ്യേ ഉത്സവത്തിന് കൊടികയറി.
രാവിലെ 5-ന് പള്ളി ഉണർത്തലോടെയാണ് ക്ഷേത്രത്തിൽ കർമ്മങ്ങൾ ആരംഭിച്ചത്. തുടർന്ന് നിർമ്മാല്യ ദർശനം, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം എന്നിവ നടത്തി. പന്തീരടി പൂജ, ശ്രീഭൂതബലി, നവകം, പഞ്ചഗവ്യം, അഭിഷേകം എന്നിവയ്ക്ക് ശേഷമായിരുന്നു തൃക്കൊടിയേറ്റ്. ബ്രഹ്മശ്രീ കുമരകം MN ഗോപാലൻ തന്ത്രിയുടെയും ക്ഷേത്രം മേൽശാന്തി രാജേഷ് രാജശർമ്മയുടെയും മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ്. ഉച്ചയ്ക്ക് 12:30-ന് കൊടിയേറ്റ് സദ്യ നടത്തി. തലവടി ഗണപതിപുരം ഗണപതി ക്ഷേത്രത്തിൽ ആചരിച്ചു വന്ന 15ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം സമാപിച്ചു. കഴിഞ്ഞ ദിവസം നടത്തിയ അവവൃത സ്നാന ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഏപ്രിൽ 25-ന് ആരംഭിച്ച സപ്താഹയജ്ഞം മെയ് 1-ന് സമാപിച്ചു. ക്ഷേത്ര മേൽശാന്തി ശംഭു നമ്പൂതിരി മരങ്ങാട്ടില്ലം, ഗോവിന്ദൻ നമ്പൂതിരി, യജ്ഞാചാര്യൻ പ്രഭാകര ശർമ്മ പതാര, ശൂർനാട് വാസുദേവൻ പിള്ള, തെടിയൂർ ശ്രീജിത്ത്, കടപുഴ ബിജു, പുരുഷോത്തമൻ തലവടി എന്നിവർ ഭാഗവത പാരായണത്തിന് നേതൃത്വം നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ ഭിഷാരത്ത്, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ശരത് ശശി, സെക്രട്ടറി അനന്തകൃഷ്ണൻ, പ്രസീത ശ്രീദേവി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6615 രൂപ, പവന് 52,920 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.